അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലേ ഈ കപ്പയും ബീഫും. ഇതിനെ പല നാടുകളിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നോമ്പൊക്കെ ആയത് കാരണം നമ്മൾ വ്ളോഗൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക, കണ്ടവരാണെങ്കിലും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ഡിഫറെൻ്റ് ആക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ ഉമ്മയ്ക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു വേ ആണ് കേട്ടോ. ഇത് കുറച്ച് റിസ്ക് പിടിച്ച വേ ആണ്. എന്തായാലും സംഗതി സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിക്കേണ്ട വിധമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. വരെ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയൊക്കെ കഴിക്കണം എന്നുള്ളത്. എന്തായാലും ഞാനിവിടെ ഒരു കിലോ ബീഫൊക്കെ ഉണ്ടായിരുന്നു. അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലോട് കൂടിയുള്ള ബീഫാണ്. ഇതിന് ഭയങ്കര ടേസ്റ്റ്. ഇടയ്ക്ക് ഇറച്ചിയും വേണം കേട്ടോ, വെറും എല്ല് മാത്രമല്ല. പല ഭാഗങ്ങളിലും എല്ല് മാത്രം ഇട്ടിട്ട് വെക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് നമുക്ക് ഇറച്ചിയൊക്കെ ഒന്ന് കടിക്കണ്ടേ. അപ്പോൾ എന്തായാലും ഇറച്ചിയും എല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. കുറച്ച് ഫാറ്റ് കൊഴുപ്പുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഓവറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാവും കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാൻ അവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട്. ഇനി നമുക്ക് 2 വലിയുള്ളി വേണം, പിന്നെ ചെറിയ ഉള്ളി ഒരുപാട് വേണം കേട്ടോ. ഈ ഡേറ്റ് ഭയങ്കര മഴയാണ്, അതുകൊണ്ട് വോയിസ് ഓവറിലൊക്കെ നല്ല മഴയുണ്ടാവും കേട്ടോ. നിങ്ങളൊന്ന് ക്ഷമിക്കുക. മഴക്കാലം കഴിയണ വരെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഞാനിവിടെ ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഇനി ചതച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും അരിഞ്ഞെടുത്തോളൂ, അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയൊക്കെ മതി. നമുക്ക് 1 കിലോ ബീഫല്ലേ ഉള്ളൂ, അപ്പോൾ അത് തന്നെ ധാരാളം മതിയാവും. പിന്നെ ഒരു 8-10 നമ്മുടെ വെളുത്തുള്ളി, എന്തൊക്കെയാണ് പറയുന്നതല്ലേ. കുഞ്ഞ് വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ എടുത്തോളൂ. പിന്നെ എരിവിന് എത്ര പച്ചമുളക് വേണോ അതിനനുസരിച്ച് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഞാൻ ഇവിടെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്ത എല്ലാ ഐറ്റംസും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ വലിയുള്ളിയും ചെറിയുള്ളിയും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാനൊന്ന് മിക്സ് ആക്കിയ ശേഷം ഒന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് എടുക്കുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഗരം മസാല 3/4 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി 1/4 സ്പൂൺ കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ പച്ചമണക്ക് മാറട്ടെ ഈ പൊടിയുടെ. ശേഷം കഴുകി വൃത്തിയാക്കിയ ബീഫ് കംപ്ലീറ്റ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ബീഫ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കണം. മസാലയൊക്കെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും എത്തട്ടെ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുക്കുക. നോമ്പുള്ളവർ എന്നോട് ക്ഷമിക്കുക, കൊതി വിടരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ട് ഇളക്കി എടുക്കണം. എന്നിട്ട് കുക്കറിൽ നമുക്കൊരു 4-5 വിസിൽ വെച്ച് കൊടുക്കാം. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ, ബാക്കിയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാൻ ഏകദേശം ഒരു 1 കിലോ 1.5 കിലോ കപ്പയൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും ടേസ്റ്റ് വരുന്നത് കപ്പ അത്രയും നന്നായിരിക്കണം കേട്ടോ. എന്നാൽ നമ്മുടെ കപ്പ ബിരിയാണി അടിപൊളിയായിട്ട് തന്നെ വരും. നല്ല കപ്പ അല്ലെങ്കിൽ മൊത്തം ഫ്ലോപ്പായി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പ ഞാൻ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ തൊലി കളയണതിന് മുമ്പും ഒന്ന് കഴുകണത് ബെറ്റർ ആയിരിക്കും കേട്ടോ. എനിക്ക് പൊതുവേ ഈ നനഞ്ഞ വെജിറ്റബിൾ തൊടുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ, ബാക്കിയൊക്കെ ലോ ഫ്ലെയിമിൽ. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ കപ്പനെ ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാനിവിടെ കപ്പ മേടിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ എനിക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. ഒരു 2 ദിവസമൊക്കെ ഇരിക്കും.
നീല കളറൊന്നും പിടിക്കാണ്ട്. നീല കളറായി കഴിഞ്ഞാൽ പിന്നെ ആ കപ്പ കഴിക്കാൻ പാടില്ലല്ലോ. പിന്നെ കപ്പ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇടേണ്ടത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് അല്ലേ മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഏകദേശം ഒരു തേങ്ങ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഞാനൊന്നും വറുത്തെടുക്കുന്നുണ്ട്. നല്ല ചോക്കിനെ വറുത്തെടുത്തോളൂ. അതുപോലെ കപ്പ വേവിക്കുമ്പം തിളച്ച് കഴിഞ്ഞ് ഒരു 1/4 വേവാകുമ്പോൾ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കപ്പ വേവിക്കാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതാ ബീഫായിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ കൊതിയാവണല്ലേ, ഒന്നുകൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നല്ലപോലെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട്. കപ്പ ഇവിടെ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് അതിൻ്റെ മുകളിലോട്ട് അങ്ങ് തട്ടിയിട്ട് ഇനി നമുക്ക് ദമ്മിടാം. എന്തായാലും കപ്പ ബിരിയാണി അല്ലേ. അപ്പോൾ ബീഫ് കംപ്ലീറ്റ് ഇങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് കത്തിച്ച് കൊടുത്തിട്ട് വറുത്ത തേങ്ങ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ സംഭവം റെഡിയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കപ്പ ഇങ്ങനെ ഉടച്ചുടച്ച് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ എന്തായാലും ഇതാ ഞാനിങ്ങനെ കുത്തി ഉടച്ചാണ് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പം തന്നെ എൻ്റെ വായിൽ വെള്ളമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലത്തെ ഒരു പ്ലേറ്റ് എടുക്കുക, അതിലോട്ട് നല്ല ചൂടിൽ എന്നെ വിളമ്പിയിട്ടെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചോപ്പ് ചെയ്ത വലിയുള്ളി, പിന്നെ നീളത്തിൽ അരിഞ്ഞെടുത്ത നമ്മുടെ പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് തന്നെ ഇരുന്നോട്ടെ, പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഇങ്ങനെ സെർവ് ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അയ്യോ പറയുമ്പോഴത്തേക്ക് ഇക്ക കാറും കൊണ്ട് വന്നിട്ടുണ്ട്, ജോബ് കഴിഞ്ഞിട്ട് വന്നതാട്ടോ. അപ്പോൾ എന്തായാലും ഇതങ്ങ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ അങ്ങ് കഴിച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ളതൊന്നും കാണൂല എന്ന് പറയില്ലേ, അമ്മാതിരി ടേസ്റ്റാണ് കേട്ടോ. നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിൽ പിന്നെ പറയണോ, അത് മാത്രം മതി. ഇന്നത്തെ ഊണ് കുശാലെന്നൊക്കെ പറയില്ലേ, നമ്മളെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ചോറങ്ങ് മാറ്റി വയ്ക്കും കേട്ടോ. ചോറ് വേണ്ടെന്നായിരിക്കും എൻ്റെയൊക്കെ ഇത്. കപ്പയാണെങ്കിലും ചക്കയാണെങ്കിലും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചോറിനോട് വലിയ ഇതുണ്ടാവില്ല, അത് മാത്രം കഴിച്ച് വയറ് നിറയ്ക്കും കേട്ടോ. എന്നെപ്പോലെ തന്നെയാണ് അയാൻകുട്ടി. റിഹാൻ പിന്നെ ചോറ് കഴിക്കും കേട്ടോ, ഇത് കുറച്ചേ എടുക്കുള്ളൂ, പിന്നെ ചോറ് കഴിക്കും. അങ്ങനെയാണ്. ഞാനും അയൻകുട്ടി മാത്രം ചോറിന് പകരം ഇതങ്ങ് എടുക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.